അപ്പോൾ ഈ വർഷം നമ്മുടെ ബറാബ് നിറയെ പഴങ്ങൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിച്ച് ഞാൻ ഇത് പിച്ചുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം നിറച്ചും പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പിച്ചെടുക്കാമേ. ഇത് ഉപ്പിനകത്ത് ഇടാനൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. ഞാനിതുവരെ ഇട്ടിട്ടില്ല. പിന്നെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമേ. വൈനൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജ്യൂസും അടിച്ച് കഴിച്ചിട്ടുണ്ട്. ഇത്തവണ ഇനി വെറുതെ ഇങ്ങനെ ഒത്തി കളയണ്ടാന്ന് വിചാരിച്ചു. മുകളിലോട്ടൊക്കെ നിറച്ചും പിടിച്ച് നിൽക്കുക കേട്ടോ. പിടിച്ചെടുക്കാൻ ഒരുപാടുണ്ട്. എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം. ഈ മഞ്ഞ കളർ മാറിയിട്ട് നല്ലൊരു ഓറഞ്ച് കളർ വരുന്നുണ്ട്. അതിന് നല്ല മധുരമായിരിക്കും. ഇങ്ങനെ ഇത് മാംഗോസ്റ്റിൻ്റെ ഒരു ചെറിയ ഇനമാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അവർക്കൊക്കെ ഇങ്ങനെ ചെറിയ പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ അല്ലേ ഇഷ്ടം. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇവിടെ കുഞ്ഞുമക്കളൊക്കെ വന്നിട്ട് അവരൊക്കെ ഇത് പിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ കിളിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിതാ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത്രയല്ല, ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ മുകളിലോട്ട് നിൽപ്പുണ്ട്, നിറച്ച് നിൽപ്പുണ്ട്. പക്ഷെ എല്ലാം ഒന്നും എത്തത്തില്ല. അതുകൊണ്ട് നമ്മുടെ താഴെ നിൽക്കുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും എടുത്തത്. ഇനി സമയമുള്ളപ്പോഴൊക്കെ അത് കുറച്ചുകൂടെ കയറി നമുക്ക് എടുക്കാനുണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടെ വലുത് ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പുളിയുണ്ട് കേട്ടോ. നല്ല പുളിയുണ്ട്, ചെറിയ മധുരമുണ്ട്. ജ്യൂസ് അടിക്കാൻ നല്ലതായിരുന്നു. പക്ഷേ ഈ ഇതിൻ്റെ കുരുവുണ്ടല്ലോ, അത് ജ്യൂസ് അടിക്കുന്നുണ്ടെങ്കിൽ അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ കയ്പ്പൊക്കെ വരും. അല്ലാങ്കിൽ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് നല്ല മധുരമുണ്ട്. എല്ലാ പഴത്തിനും മധുരമൊന്നും കാണത്തില്ല. ചിലതിനൊക്കെ നല്ല പുളിയായിരിക്കും. നന്നായിട്ട് പഴുത്തതൊക്കെ ആണെങ്കിൽ നല്ല മധുരമായിരിക്കും.